നമസ്കാരം. സൂര്യവുഡ് ആനപ്പെരുമയുടെ ഇന്നത്തെ അധ്യായത്തിന് ഇവിടെ അരങ്ങൊരുങ്ങുകയാണ്. ആനകളിലെ നിത്യഹരിത നായകൻ എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന ഒരു കൊമ്പനാണ് ഇന്നത്തെ ആനപ്പെരുമയിലെ കഥാനായകൻ. അന്നുമിന്നും മധ്യ കേരളത്തിലെ ഉത്സവപ്പറമ്പുകളിൽ നിറസാന്നിധ്യമാണ് ഈ കൊമ്പൻ. എല്ലാ ലക്ഷണ തികവുകളും ഒത്തിണങ്ങിയ നാടനാനയായ കോഴിപ്പറമ്പിൽ അയ്യപ്പൻ. ഇവൻ്റെ വിശേഷങ്ങൾക്ക് ഇവിടെ തുടക്കമിടുകയാണ്. അടുത്തറിയും തോറും അകലാൻ കഴിയാത്ത അടുപ്പവും ആരാധനയും തോന്നിപ്പോകുന്ന ഒരു ജീവിയാണ് ആന. അത് പ്രകൃതിയൊരുക്കിയ നല്ല ക്യാൻവാസിലൂടെ വരുന്ന കരിയഴകാണെങ്കിൽ പറയുകയും വേണ്ട. ആ കാഴ്ച ഏവരെയും കണ്ണഞ്ചിപ്പിക്കുന്നതുമാണ്. പിന്നെ കണ്ണിമ വെട്ടാതെ ഏവരും ആ ദൃശ്യഭംഗിയിൽ സ്വയമലിഞ്ഞു നിൽക്കും. ഇന്നത്തെ ആനക്കാഴ്ച നിങ്ങൾക്ക് മുൻപിലെത്തുന്നത് കൂടുതലും കടലും പുഴയും പച്ചപ്പും തുടങ്ങി കണ്ണിനും മനസ്സിനും ഏറെ കുളിർമയേകുന്ന ദൃശ്യാനുഭൂതിയോടെയാണ്. നാട്ടുവഴികളിലൂടെ നൽക്കാഴ്ചയൊരുക്കി നടന്നുവരുന്ന ഈ നാടൻ ആനയാണ് ഇന്നത്തെ ആനപ്പെരുമയിലെ കഥാനായകൻ. തൻ്റെ ഉയരക്കുറവിനെ അഴകുകൊണ്ടും അന്തസ്സുകൊണ്ടും സ്വഭാവശുദ്ധി കൊണ്ടും മറികടന്ന് ആരാധക ഹൃദയങ്ങളിൽ ഇടം നേടിയ സഹ്യപുത്രൻ കോഴിപ്പറമ്പിൽ അയ്യപ്പൻ. പ്രകൃതി ഭംഗി കളിയാടി നിൽക്കുന്ന നിളയുടെ തീരത്തായിരുന്നു കോഴിപ്പറമ്പിൽ അയ്യപ്പൻ്റെ ആദ്യ ചിത്രീകരണം. കടുത്ത വേനലിൽ വറ്റിവരണ്ട് നിസ്സഹായ അവസ്ഥയോടെ കിടന്ന ഭാരതപ്പുഴയ്ക്ക് പോലും പ്രത്യാശയും ആശ്വാസവുമേകുന്നതായിരുന്നു അയ്യപ്പൻ്റെ സാമീപ്യം. അങ്ങനെയാണ് ഞങ്ങൾക്കും തോന്നിയത്. ഒരു കാലത്ത് സമൃദ്ധമായും സൗന്ദര്യവതിയായും ഒഴുകിയിരുന്ന നിളയുടെ വേനലിലെ ഇന്നത്തെ ദയനീയാവസ്ഥ കണ്ട് ഏവരുടെയും മനമൊരുകുമെങ്കിലും ഒരമ്മ കൂടിയായ ഈ പുഴ തൻ്റെ സഹ്യപുത്രനു വേണ്ടി ദാഹജലം കരുതിവച്ചിരുന്നു. തൻ്റെ അമ്മയുടെ മടിത്തട്ടിലെന്ന പോലെ അയ്യപ്പൻ നിളയിൽ ആസ്വദിച്ച് നീരാടി. നീരാട്ടിനു ശേഷം കുറെ വെള്ളവും കുടിച്ച് അമ്മയോട് യാത്ര പറഞ്ഞ് കയ്പമംഗലത്തെ അവൻ്റെ പരിചാരകന്റെ വീട്ടിലേക്ക്. ഏറെ ദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ചതല്ലേ, ഇവിടെ എത്തിയ ശേഷം വിശാലമായൊരു കുളി തന്നെ പാസാക്കി. അത് ഏറെ നേരം നീണ്ടു നിൽക്കുന്ന ഒരു കുളി തന്നെയായിരുന്നു. പൊതുവെ ചൂട് സഹിക്കാനാവാത്ത ജീവിയാണല്ലോ ആന. വേനലിൻ്റെ കാഠിന്യം മനുഷ്യർക്ക് പോലും അസഹനീയമായ ഈ കാലാവസ്ഥയിൽ അയ്യപ്പൻ അധിക നേരം മനസ്സും ശരീരവും തണുപ്പിച്ചില്ലെങ്കിലേ അതിശയോക്തിയുള്ളൂ. ഏറെ നേരം നീണ്ടുനിന്ന വിശാലമായ കുളി കഴിഞ്ഞ ശേഷം നേരെ പോയത് അയ്യരൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കായിരുന്നു. ദൂരം അല്പമുണ്ടെങ്കിലും ഭഗവാനെ തൊഴാനുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ കരിവീരൻ ക്ഷേത്രസന്നിധിയിലെത്തി. പിന്നെ സർവസ്വവും ഭഗവാനിലർപ്പിച്ച് മനമുരുകിയൊരു പ്രാർത്ഥന. തുടർന്ന് സമീപത്തുള്ള ക്ഷേത്രത്തിലും തൊഴുത് കെട്ടുംതെറിയിലേക്ക് തന്നെ മടക്കം. ഇത് ഉത്സവ കോലാഹലങ്ങളില്ലാത്ത വിശ്രമകാലമാണെങ്കിൽ ഇവന്റെ ദിനചര്യയാണ്. ഇനി ഇവന്റെ കഥയിലേക്ക് വരാം. കേരളത്തിലെ വനാന്തരങ്ങളിൽ തന്നെയാണ് ഇവന്റെ ജനനം. പിന്നീട്
ആനക്കളരിയിലെ പഠനങ്ങൾക്ക് ശേഷം പോപ്സൺ ഗ്രൂപ്പിന്റെ കൈവശം എത്തിച്ചേർന്നു. ഇവൻ കോഴിപ്പറമ്പിൽ കുടുംബത്തിലെ അംഗമായിട്ട് 30 വർഷത്തിലേറെ പിന്നിട്ട് കഴിഞ്ഞു. മുണ്ടത്തിക്കോട് സ്വദേശിയുടെ പക്കൽ നിന്നുമാണ് കോഴിപ്പറമ്പുകാർ ഇവനെ സ്വന്തമാക്കുന്നത്. അഴകും പ്രൗഢിയും ഒത്തിണങ്ങിയ ഒരു യൗവന തികവാർന്ന കൊമ്പനെ കണ്ടതോടെയാണ് ഇവർ ആ ആനയെ സ്വന്തമാക്കാൻ തീരുമാനിച്ചത്. ഏകദേശം 20 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് കോഴിപ്പറമ്പിൽ തറവാട്ടിലേക്ക് സർവൈശ്വര്യങ്ങളും സമ്മാനിച്ചുകൊണ്ട് ഇവൻ കടന്നുവരുന്നത്. ഇന്നും ഈ തറവാടിന് എല്ലാവിധ പെരുമയും അന്തസ്സും തന്നിലൂടെ സമ്മാനിക്കുകയാണ് ഈ ഗജരാജൻ. ഈ തറവാട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് അയ്യപ്പൻ. തങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും പകർന്നേകിയ അയ്യപ്പനെ വിൽക്കാനും കോഴിപ്പറമ്പ് തറവാട്ടുകാർ തയ്യാറല്ല. അരനൂറ്റാണ്ടിലേറെ കാലമായി എലയിറ്റ് നാരായണൻകുട്ടി, പഴയ പാമ്പ് മേക്കാട്ടാന ഉൾപ്പെടെ നിരവധി ആനകളെ പരിപാലിച്ചും അവരുടെ ഉന്നമനത്തിനുമായി നിലകൊള്ളുകയും ചെയ്ത കോഴിപ്പറമ്പ് തറവാട്ടിലെ കാരണവരും എലൈറ്റ് ഗ്രൂപ്പിന്റെ പാർട്ട്ണറുമായിരുന്ന ശങ്കരനാരായണനാണ് അയ്യപ്പനെ സ്വന്തമാക്കി ഈ ആനത്തറവാട്ടിലേക്ക് എത്തിക്കുന്നത്. ശങ്കരനാരായണന്റെ വിയോഗത്തിന് ശേഷം ഭാര്യ ഉഷ ശങ്കരനാരായണനും മകൻ ഡോക്ടർ രാജേഷുമാണ് അയ്യപ്പന്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ നോക്കുന്നത്. അയ്യപ്പന് യാതൊരു കുറവും വരുത്തരുതെന്ന് കരുതിയാണ് നല്ല ഒരു ആനപ്രേമിയായ കയ്പമംഗലം സ്വദേശി ധീരജ് പുത്തൂരിനെ ഇവന്റെ ചുമതല ഏൽപ്പിക്കുന്നത്. നന്നേ ചെറുപ്പം മുതൽ ആനപ്രേമം കലശലായുള്ള ധീരജിന് 9 വർഷമായി ഇവന്റെ എഴുന്നള്ളിപ്പ് ചുമതലയും പരിപാലനവുമെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് നോക്കുന്നത്. അയ്യപ്പൻ വന്നതിന് ശേഷം മഹേശ്വരൻ എന്ന ആനയെ സ്വന്തമാക്കിയെങ്കിലും അയ്യപ്പനെ ശരിക്കും സ്നേഹിക്കുവാൻ കഴിയുന്നില്ല എന്ന തോന്നലിന്റെ പുറത്ത് സ്വന്തം ആനയായ മഹേശ്വരനെ മറ്റൊരാൾക്ക് കൈമാറി അയ്യപ്പനെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ പോറ്റി വരികയാണ് ഈ ആനസ്നേഹി. അതാണ് തൃശ്ശൂർക്കാരുടെ ആനപ്രേമം. പഴയ തലമുറയിൽപ്പെട്ട ഒരു ആനയാണ്, പഴയ കാലത്തൊരു സൂപ്പർ സ്റ്റാർ എന്ന് വേണം ഇവനെ വിശേഷിപ്പിക്കാൻ. പക്ഷേ ഇപ്പോൾ നിരവധി ആനകൾ പുതുതായിട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇവൻ്റെ ആ ഒരു താരപ്രഭ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അതായത് ഈ ആനയെ സംബന്ധിച്ച് ഈ ആനയ്ക്ക് ഉയരല്ല, ഈ ആനയുടെ ലക്ഷണങ്ങളാണ് ഇതിന് ഏറ്റവും തികവ് നൽകുന്നത്. അപ്പോൾ ഈ ആന ഇപ്പോൾ തൃശ്ശൂർ പാലക്കാട് ജില്ലയിൽ പഴയ തലമുറ, അതായത് മംഗലാകുന്ന് ഗണപതി, കോങ്ങാട് കുടിശങ്കരൻ മുതലായ ഗുരുവായൂർ പത്മനാഭൻ, പഴയ തലമുറയിൽപ്പെട്ട ഒരു ആന. ഇത്രയും ലക്ഷണത്തികവുള്ളൊരു നാടൻ ആന ഇന്നിപ്പോൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. ഉയരത്തിൽ മാത്രമേ ഈ ഒരു ആനയ്ക്ക് കുറവുള്ളൂ. ശാന്തനായ സ്വഭാവമാണ്. ഏത് നീരിലാണെങ്കിലും നമുക്ക് എടുത്തു ചെല്ലാം, ഇരുത്താം, കടത്താം, എന്തും ചെയ്യാം. ഒരു ശല്യമില്ല ആനയ്ക്ക്. ആനകളോടും ആനക്കാരോടും ഒന്നിനൊരു ശല്യമില്ല. അപ്പോൾ ആനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എത്ര പുതിയ ആന വന്നു കഴിഞ്ഞാലും ഈ ഒരു ആന ഒരു സദസ്സിൽ ചെന്ന് കയറിക്കഴിഞ്ഞാൽ ആനയെ അറിയുന്നവർ ഈ ഒരു ആനയ്ക്ക് ഒരു വില കൊടുക്കുക തന്നെ ചെയ്യും. തൻ്റെ ഉയരക്കുറവിനെ അഴകുകൊണ്ടും അന്തസ്സുകൊണ്ടും തോൽപ്പിച്ചവനാണ് കോഴിപ്പറമ്പിൽ അയ്യപ്പൻ. എത്ര ഗാംഭീര്യത്തോടെ വെടിക്കെട്ട് നടത്തിയാലും ശരി, അതൊന്നും വിലവെക്കാത്തവൻ കൂടിയാണ് അയ്യപ്പൻ. വെടിക്കെട്ട് പേടിയില്ലാത്ത അയ്യപ്പനാണ് തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് നടക്കുമ്പോൾ 1.5 പതിറ്റാണ്ടിലേറെ തിരുവമ്പാടി വിഭാഗത്തിനു വേണ്ടി പന്തലിൽ നിലയുറപ്പിക്കാറുള്ളത്. നല്ല നീളമുള്ള തുമ്പിക്കൈയും നല്ല പെരുമുഖവുമെല്ലാമായി ഒരു നാടൻ ആനയ്ക്ക് വേണ്ട എല്ലാ ലക്ഷണവും കോഴിപ്പറമ്പിൽ അയ്യപ്പനിലുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഇവൻ്റെ ഒരു പ്രത്യേകതയാണ് നാൽക്കൊമ്പ്. നാൽക്കൊമ്പ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വരകളാണ്. അത് ഐരാവത ഗണത്തിൽപ്പെടുന്ന ആനകൾക്ക് മാത്രമേ ഈ ഒരു നാൽക്കൊമ്പ് ഉണ്ടാകുകയുള്ളൂ. അപൂർവം ചില ആനകൾ മാത്രമാണ് ഇന്ന് നാൽക്കൊമ്പന്മാരായി ഉള്ളത്.
ആനപ്രേമിയായ ധീരജും കോഴിപ്പറമ്പിൽ കുടുംബവും നല്ല രീതിയിൽ തന്നെയാണ് അയ്യപ്പൻ എന്ന ഈ ആനച്ചന്തത്തെ പരിപാലിക്കുന്നത്. ലോറിയിൽ അധികം യാത്രകൾ അനുവദിക്കാറില്ല എന്ന് മാത്രമല്ല, 50-60ഓളം എഴുന്നള്ളിപ്പുകൾക്ക് മാത്രമേ ഇപ്പോൾ ഇവനെ അയക്കാറുള്ളൂ. നവമാധ്യമങ്ങളിലൂടെ ഇവന്റെ സൗന്ദര്യം കണ്ട് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം തുടങ്ങി വിവിധ ജില്ലകളിൽ നിന്ന് ആനയെ അന്വേഷിച്ചെത്താറുണ്ടെങ്കിലും അധികം യാത്ര ചെയ്യിപ്പിക്കേണ്ട എന്ന് കരുതി തൃശൂർ, പാലക്കാട് ജില്ലകളിലെ എഴുന്നള്ളിപ്പുകൾക്ക് മാത്രമാണ് അയക്കാറുള്ളത്. ഇത് ഇക്കാലത്ത് മറ്റു ആന ഉടമകളും കണ്ടുപഠിക്കേണ്ടതുമാണ്. പ്രായം 50 പിന്നിട്ടെങ്കിലും ഒരു ചെറുപ്പക്കാരൻ്റെ വീറും വാശിയും പ്രൗഢിയും കൊണ്ട് നിത്യഹരിത നായകനെ പോലെ ഇന്നും വിലസുകയാണ് അയ്യപ്പൻ. 9 അടിയോളം മാത്രമേ ഉയരമുള്ളൂവെങ്കിലും എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ നാടൻ ആനയാണ് കോഴിപ്പറമ്പിൽ അയ്യപ്പൻ. മദഗിരികളോടു കൂടിയ പെരുമുഖം, നല്ല തലക്കുനി, തെറിച്ച വായുകുംഭം, കീറലോ പൊട്ടലോ ഇല്ലാത്ത, വീശിയാൽ കണ്ണു മറയുന്ന വലിയ ചെവികൾ, കൊഴുത്തുരുണ്ട ശരീരം, എടുത്തുയർന്ന കൊമ്പുകൾ, നിലത്തിഴയുന്ന തുമ്പിക്കൈ, ഉറച്ച നടയമരങ്ങൾ തുടങ്ങി എല്ലാ ഗജലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഇവന് കണ്ണ് തട്ടാതിരിക്കാനായി 2 കുറവുകളാണ് ഉള്ളത്. ഒന്ന് ഉയരക്കുറവും മറ്റൊന്ന് വളഞ്ഞ വാലുമാണ്. ദൈവം കുറച്ച് ഉയരം കൂടി കൊടുത്തിരുന്നുവെങ്കിൽ ഇവൻ എന്താകുമായിരുന്നുവെന്ന് ചിന്തിക്കാൻ കൂടി കഴിയാത്ത കാര്യമാണ്. ഒരു പക്ഷേ ഉയരപ്പെരുമ കൂടി ഇവനുണ്ടായിരുന്നെങ്കിൽ മറ്റെല്ലാ കൊമ്പന്മാരെയും കടത്തിവെട്ടി ഉത്സവ പറമ്പുകളിലെ കിരീടം വയ്ക്കാത്ത രാജാവായി വിലസിയേനെ കോഴിപ്പറമ്പിൽ അയ്യപ്പൻ എന്ന ഈ ഗജസുന്ദരൻ. പിന്നെ എടുത്തു പറയേണ്ട പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, 4 കൊമ്പനാണ് ഇവൻ. 4 കൊമ്പുകൾ ഉണ്ട് എന്നതല്ല ഇതിനർത്ഥം. ഈ കാണുന്ന കൊമ്പിലെ ചാലുകളാണ് 4 കൊമ്പന്റെ ലക്ഷണം. ഇത് ഐരാവതത്തിന് സാമ്യമുള്ള കൊമ്പന്മാർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കൊമ്പുകൾ ഉണ്ടാകൂ എന്നതാണ് ശാസ്ത്രം. ഗുരുവായൂർ പത്മനാഭനും വിട പറഞ്ഞ അഴകിന്റെ തമ്പുരാൻ തിരുവമ്പാടി ശിവസുന്ദർ തുടങ്ങി അപൂർവം ഗജഗണങ്ങൾക്ക് മാത്രമേ 4 കൊമ്പ് ലക്ഷണമുള്ളൂ. മദപ്പാടിലും ശാന്തനായ ഒരാനയാണ് അയ്യപ്പൻ. ആഗസ്റ്റ് മുതൽ നവംബർ വരെ നീണ്ടു നിൽക്കുന്നതാണ് ഇവന്റെ മദപ്പാട് കാലം. പാപ്പാന്മാർക്കും എന്തിനു പറയണം ആന പരിപാലകൻ ധീരജിന് പോലും കൂളായി കൊണ്ടു നടക്കാനും കൈകാര്യം ചെയ്യാനും പറ്റിയൊരാന. ജനങ്ങളോട് യാതൊരു നീരസവും ഇല്ലാത്തവൻ. ഇനി ചില ഇഷ്ടക്കേടുകൾ ഉണ്ടായാലും ശരി, അത് പാപ്പാന്മാരോട് മാത്രമേ തീർക്കുകയുള്ളൂ. 1-ാം പാപ്പാൻ പെരിഞ്ഞനം സ്വദേശി വിപിനും 2-ാം പാപ്പാൻ കയ്പമംഗലം സ്വദേശി സുമേഷുമാണ്. അയ്യപ്പൻ തങ്ങളോട് ഇതുവരെ ഒരു ചെറിയ അനിഷ്ടം പോലും കാണിക്കാത്തവനാണെന്നാണ് ഇവരുടെ പക്ഷം. ഇവന്റെ ഭക്ഷണക്രമങ്ങളും എഴുന്നള്ളിപ്പ് രീതികളൊക്കെ എങ്ങനെയാണ്? ഭക്ഷണം എന്ന് പറഞ്ഞാൽ പനങ്കൈന് ആനയ്ക്ക് ഇഷ്ടം. ഒരു 20 പനങ്കായൊക്കെ വേണം ഒരു ദിവസം. എഴുന്നള്ളിപ്പെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല, ശാന്ത സ്വഭാവമാണ്, എല്ലാ ചിട്ടകളുണ്ട്, നല്ലൊരു ആനയാണ്. മദപ്പാട് കാലത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ആനയാണോ? എങ്ങനെയാണ്? മദപ്പാട് കാലത്ത് ഇരുത്തി കഴുകുക, കുഴപ്പമൊന്നുമില്ല. തറയൊക്കെ നന്നാകാം, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഭക്ഷണപ്രിയനാണ് അയ്യപ്പൻ. ഉത്സവ പറമ്പുകളിലോ ഇനി മറ്റെവിടെയെങ്കിലോ വെച്ച് എന്ത് കോലാഹലങ്ങൾ നടന്നാലും ശരി, ഇനിയിപ്പോൾ ഭൂമി കീഴ്മേൽ മറിഞ്ഞാലും ശരി, അതൊന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണ കാര്യങ്ങളിൽ മുഴുകും. മറ്റൊരു നിർബന്ധമാണ് ഉറക്കം. അത് കൃത്യമായി ഉറങ്ങണമെന്നതും നിർബന്ധമാണ്. 25-ലേറെ പനംപട്ട ദിനം പ്രതി ഇവൻ അകത്താക്കും. ചോറും അവിലും പിന്നെ മധുരമുള്ളതെന്തും
പെരുത്ത് ഇഷ്ടമാണ് പുള്ളിക്കാരന്. ഈ ഭക്ഷണക്രമവും ഉറക്കവും മുടങ്ങാതെ തൻ്റെ ഒരു ദിനചര്യയായി നിറവേറ്റിപ്പോരുന്നതുകൊണ്ടാണ് പ്രായം ഇത്രയായിട്ടും ഇപ്പോഴും ഒരു ഉടവുമില്ലാതെ ഭംഗിയും ഈ ശരീരപ്രകൃതവുമെല്ലാം ഒട്ടും ചോരാതെ തന്നെ കാത്തു സൂക്ഷിക്കുന്നതും. യാതൊരു പേടിയും അടുത്തുകൂടെ പോലും പോയിട്ടില്ലാത്ത കരിവീര കേമനാണിവൻ. വെടിക്കെട്ടോ ഭൂമി കുലുക്കുമോ ഇടിമിന്നലോ ഇനി എന്ത് ശബ്ദ കോലാഹലങ്ങളുമായി കൊള്ളട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന മട്ടിൽ ഒരു കുലുക്കവുമില്ലാതെ ഇവൻ നിലകൊള്ളും. അതിനൊരു തെളിവാണ് ഏകദേശം 15 വർഷത്തോളമായി തൃശ്ശൂർ പൂരത്തിന് രാത്രിയിൽ മാനത്ത് വർണ്ണങ്ങൾ കൊണ്ടും ശബ്ദവിസ്മയം കൊണ്ടും ഏവരുടെയും നെഞ്ചിടിപ്പ് കൂട്ടുന്ന വെടിക്കെട്ടിന് തിരുവമ്പാടിയുടെ പന്തലിൽ തിടംപേറ്റി നിൽക്കാനുള്ള ചുമതല അയ്യപ്പൻ നിർവഹിച്ചു പോരുന്നതും. വെടിക്കെട്ടിൻ്റെ കൂട്ടപ്പൊരിച്ചിൽ എത്രമാത്രം പ്രകമ്പനം കൊള്ളിച്ചാലും ഇന്നേ വരെ ഒരടി പോലും ഇവൻ അനങ്ങിയിട്ടുമില്ല. തൃശ്ശൂർ പൂരത്തിന് മാത്രമല്ല, ആറാട്ടുപുഴ, ആയിരം കണ്ണി, കുറുമാലിക്കാവ്, ചെമ്പൂത്ര, തിരുവേഗപ്പുറ മീനഭരണി, പൂക്കോട്ടുകാവ് പൂരം, വിഷുവേല തുടങ്ങി തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലെ ഒട്ടുമിക്ക ഉത്സവ പറമ്പുകളിലും നിറസാന്നിധ്യമാണ് ഈ ഗജവീരൻ. ആദ്യകാലത്ത് തടിപ്പണിയിൽ കേമനായിരുന്നെങ്കിലും കോഴിപ്പറമ്പിലെത്തിയ ശേഷം ഇവനെ പണിക്കയച്ചിട്ടില്ല. നാട്ടുചന്തത്തിൻ്റെ അഴക് ഒത്തിണങ്ങിയ ഈ സഹ്യകേസരി എത്തുന്ന ഇടങ്ങളിലെല്ലാം തൻ്റെ സൗന്ദര്യ തികവിനാൽ നിരവധി ആരാധകരെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ നിന്ന് തുടങ്ങി നാട്ടുവഴികളും ഹരിതഭംഗിയും താണ്ടി പിന്നെ ഉത്സവ പറമ്പുകളിലെ ഇവൻ്റെ പ്രയാണവും ഞങ്ങളുടെ ക്യാമറ കണ്ണിൽ ഒപ്പിയെടുത്ത ശേഷം ഇവൻ്റെ ചിത്രീകരണത്തിന് പരിസമാപ്തി കുറിക്കാനായി എത്തിച്ചേർന്നത് കയ്പമംഗലം കമ്പനിക്കടവ് കടൽ തീരത്തായിരുന്നു. എത്ര കണ്ടാലും മതിവരാത്ത കടലും കരിവീരനും ഒരു ക്യാൻവാസിൽ സംഗമിച്ചപ്പോൾ ആ വിസ്മയ കാഴ്ച ആസ്വദിക്കാൻ ജനക്കൂട്ടവും ഒഴുകിയെത്തി. ആരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന കരിസൗന്ദര്യത്തിനുടമയായ കോഴിപ്പറമ്പിൽ അയ്യപ്പനെന്ന ഈ ആനയഴക് ചെവികളാട്ടി ആടിയുലഞ്ഞ് പ്രൗഢിയോടെയുള്ള ഈ രാജകീയ നടത്തം തുടരുകയാണ് ഉത്സവ പറമ്പുകളിലേക്കും ആരാധക ഹൃദയങ്ങളിലേക്കും. കടലോളം തന്നെ ആനപ്രേമം നെഞ്ചേറ്റുന്നവരാണല്ലോ മലയാളികൾ. പഴയ കാലത്തെ ആനയാണെങ്കിലും ശരി, ഒരു ലക്ഷണയുക്തനായ യൗവനത്തികവാർന്ന കൊമ്പൻ കണക്കെ ആന കേരളത്തിൽ നിത്യഹരിത നായകനെപ്പോലെ കളം നിറഞ്ഞാടുകയാണ് കോഴിപ്പറമ്പിൽ അയ്യപ്പൻ. അയ്യപ്പൻ്റെ ഉടമയെയും പരിപാലന ചുമതല ഏറ്റെടുത്തയാളെയും അഭിനന്ദിക്കാതെ വയ്യ. കാരണം ആന അധികം ലോറിയിൽ യാത്ര ചെയ്യരുതെന്ന് കരുതി തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലെ എഴുന്നള്ളിപ്പുകൾക്ക് മാത്രമാണ് അയക്കാറുള്ളത്. അടുത്തിടെയായി എരണ്ടക്കെട്ടും മറ്റ് രോഗങ്ങളും വന്ന് ആനകൾ ചെരിയുന്ന ഒരു ദുഃഖകരമായ സംഭവമുണ്ടായി. ഇതിനെക്കുറിച്ച് ആന വിദഗ്ധർ പറയുന്നത് ആനകൾക്ക് മതിയായ വിശ്രമം അനുവദിക്കുക, എഴുന്നള്ളിപ്പുകൾക്ക് മാറ്റം വരുത്തുക, അതുപോലെ ഭക്ഷണം ക്രമീകരിക്കുക, ലോറികളിൽ ആനയെ കൊണ്ടുപോകുന്നതിന് പകരം മതിയായ വിശ്രമം അതുപോലെ തന്നെ നടത്തവുമെല്ലാം അനുവദിക്കുക, വെള്ളവും പുല്ലും മറ്റും നൽകുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ആന പരിപാലനവും അതുപോലെ തന്നെ ആന നിലനിൽപ്പിന് വേണ്ടിയുമെല്ലാം കൂട്ടായ പ്രവർത്തനം വേണ്ടേ എന്ന് എല്ലാവരോടും ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ആനപ്പെരുമയ്ക്ക് ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ സൂര്യ വുഡ് ആനപ്പെരുമയുടെ മറ്റൊരു കാഴ്ചയുമായി. നന്ദി, നമസ്കാരം.